അത്ര നല്ല മൂവായിരുന്നോ? ഞാൻ ടീ നന്നായതുകൊണ്ട് ആഹാ എന്ന് പറഞ്ഞത്. അപ്പൊ എന്നെ മൂവ് കൊള്ളൂല അല്ലേ? ഇത് നോക്ക്, ഞാനെങ്ങനെയാ ബ്ലോക്ക് ചെയ്തതെന്ന്. നിക്ക്, റെഡി. എന്റെ സൈനികര് മാത്രം മതി എന്റെ രാജാവിനെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ. വലിയ ബുദ്ധിമാനുള്ളല്ലേ അശോക. ഈ ബുദ്ധിയുള്ളവരുടെ കൂടെ നിന്ന് ചതുരംഗം കളിക്കുന്നത് തെയ്യത്തക്ക തെയ്യത്തക്ക തെയ്യത്തക്കാന്ന് കളിക്കുന്ന പോലെയാ. അതെന്താ തെയ്യത്തക്ക തെയ്യത്തക്ക തെയ്യത്തക്ക? അതൊക്കെ പ്രായമാകുമ്പോ മനസ്സിലായിക്കോളും, കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഏയ്, അപ്പൊ ഈ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും 18 കഴിഞ്ഞിട്ടില്ലെന്നാണ്? എനിക്ക് കഴിഞ്ഞിട്ടില്ല. കറക്റ്റാ പറഞ്ഞത് സൂരി. നിങ്ങൾക്ക് ഇപ്പോഴും 18 കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് മരുമകന്റെ കല്യാണം നടത്താനാ പൂതി. ശബാഷ്. ഞാനൊരു രീതിയില് നിങ്ങളുടെ മരുമകന്റെ കൂടെ ചതുരംഗം തന്നെയാ കളിച്ചോണ്ടിരിക്കുന്നെ. നിങ്ങളുടെ മന്ത്രിയായത് കണ്ടോ? അയ്യോ, എന്റെ കുട്ടിയുടെ ജീവിതത്തിലുള്ള ചതുരംഗക്കളി എന്താടാ? അവന്റെ ലവ് ലൈഫിലാ. അല്ല, എന്താണ് നീ പറയുന്നത്? ശരിക്കും ഒരു ചെക്ക് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നോക്കാം. എന്താ? അവന്റെ മനസ്സിലുള്ള സ്നേഹം അവന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായിട്ട് എനിക്ക് വേറെ വഴി ഉണ്ടായില്ല. എന്നിട്ട് നീ എന്തോന്നാ ചെയ്തേ? സ്നേഹം കൂടുന്നത് സ്നേഹിക്കുന്നവർ അകന്ന് നിൽക്കുമ്പോഴെന്നാണ് പറയുന്നത്. കറക്റ്റാണോ? അപ്പൊ അവരുടെ സ്നേഹത്തെ നീ അകറ്റി കളഞ്ഞ? കുപ്പയിലുണ്ടൊരു മാണിക്യം എന്നൊക്കെ പറയാറില്ലേ? അതെങ്ങനെയാ കയ്യിൽ വരുന്നത് നീ കണ്ടോ സുലു? അല്ല, ഈ ദാരിദ്ര്യം പിടിച്ച ഏരിയന്ന് നമുക്ക് ഇത്രയെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടല്ലോ. എന്നാ ഇതിനു വേണ്ടി നമ്മൾ എത്രയാ കിടന്ന് ഓടുന്നേ? നമ്മളോ? ഞാൻ ഓടുന്നു. അതെ, ഞാൻ നമ്മളെന്ന് പറഞ്ഞതേ നമ്മളെ അല്ല, ആ ലോയർ ചേട്ടനെയും കൂട്ടിയിട്ടാ. അതെ, അവൻ എന്തൊക്കെയോ ചെയ്ത് അവസാനം എങ്ങനെയാ സെറ്റിൽ ചെയ്തെന്ന് നോക്കി. അവൻ എന്ത് സെറ്റ് ചെയ്തെന്ന്? അവൻ അതിനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തത് ആരാ? നീ അതേ, നീ കൊടുത്ത ഐഡിയ ഉണ്ടല്ലോ, പൊടിയായിട്ടല്ല മാവായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നീ അതൊന്ന് തട്ടി പരത്തി എടുത്താ മതി. ചെല്ല്, സ്റ്റൈലായിട്ടങ്ങ് സംസാരിക്കേ. ലോയറുമായിട്ടുള്ള കല്യാണത്തിന് സീത എങ്ങാനും സമ്മതിച്ച അടിപൊളിയായിരിക്കും. ചെല്ല്, സംസാരിക്കേ. അല്ല, എപ്പോഴും ഞാൻ തന്നെ പോയി ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളല്ലേ അവിടെ ചേട്ടൻ, നിങ്ങൾക്ക് അങ്ങ് പോയി സംസാരിച്ചുകൂടെ? ഞാനാ? അവൾക്ക് എന്റെ നെളി കണ്ടാ മതി. ഇങ്ങനെ തൂറിച്ചു നോക്കിക്കൊണ്ട് നിന്നോളും, ഞാനെന്ത് ചെയ്യാനാ? അപ്പോഴേ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കണം. ഞാൻ എന്താ നിങ്ങളുടെ പെങ്ങളുടെ കല്യാണം നടത്താനുള്ള ബ്രോക്കറാണോ? നിങ്ങൾ വന്നാലേ ഞാനും അകത്തേക്ക് പോവും, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. എന്റെ ചക്കര കുട്ടിയല്ലേ നീ? വാ, ശരി, നടക്ക്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും സൂരി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവന്റെ കല്യാണം നടത്തുന്നത് ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു, ഞാനത് നടത്തിയിരിക്കും. പക്ഷെ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. എന്ത്? ഈ ബോസിന്റെ കോട്ടിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തിറക്ക് സൂരി. അതൊന്നും എന്റെ കയ്യിലല്ല കേട്ടോ. അതൊക്കെ നീയേ അവനോട് പോയിട്ട് സംസാരിക്കും. അതവിടെ നിൽക്കട്ടെ. നീയേ ആ കുട്ടീന്റെ അവനും തമ്മിൽ അകറ്റുന്ന എന്തിനാടാ? എന്തുപറ്റി? എന്റെ സൈനികൻ ഒരു പുതിയ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവൻ റാണിയെ വീഴ്ത്തിയിരിക്കും. അതുപോലെ റാമിനും വഴി ഉണ്ടാക്കി കൊടുത്താൽ അവനും റാണിയെ വീഴ്ത്തിയിരിക്കും. അതെല്ലാം അവന്റെ കയ്യിലാണ്. അവൻ സ്നേഹിക്കുന്നുണ്ട്, സമ്മതിച്ച? ഞാൻ വിചാരിക്കുന്നത് പോലെ ആണെങ്കിൽ അവൻ മാത്രമല്ല, അവളും ഇവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് സമ്മതിക്കും. അയ്യോ ഭഗവാനെ, എത്രയും പെട്ടെന്ന് ഒന്ന് നടക്കണേ. ഗ്യാരണ്ടി. ഡും 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 പക്ക. കാര്യം അറിഞ്ഞപ്പോ എന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. ഭാഗ്യം, ദൈവം ഉണ്ടെന്നേ. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് വെക്കാൻ നോക്കിയില്ലേ? തല്ലി കൊല്ലണം അവരെ. കുട്ടികളില്ലാത്തവർക്ക് അതിന്റെ വിഷമമൊക്കെ മനസ്സിലാവും. സീതേ, നീ നിന്റെ ചേട്ടനോട് ചോദിച്ചു നോക്ക്. സിഹി എന്റെ സ്വന്തം മോളാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ലേ ഏട്ടാ? അതെ സീതമ്മേ. കറക്റ്റ് സമയത്ത് ആ വക്കീൽ വന്നോണ്ടാ എടുത്തേ. ഭാഗ്യം, നീ ഇപ്പോഴെങ്കിലും അത് സമ്മതിച്ചല്ലോ. അയാളോടൊരു താങ്ക്സ് പറയണം. നീ ഫോൺ ചെയ്തായിരുന്നോ? പറഞ്ഞിരുന്നു എടുത്തേ. അത്രയും വലിയ സഹായം ചെയ്തവർക്ക് വെറുതെ ഒരു താങ്ക്സ് മാത്രം പറഞ്ഞാ മതിയോ? നീ ഒന്ന് പറഞ്ഞു കൊടുക്കു സുലോചനെ. സീത, നിന്റെ അച്ഛൻ ഇരുന്ന സ്ഥലത്തൊന്നും അനങ്ങുന്നില്ല. ഭയങ്കര സങ്കടത്തിലാ. സിഹി, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കുറച്ച് സമയം മുത്തച്ഛനോട് പോയി സംസാരിച്ചോണ്ടിരിക്കാവോ മോക്ക്? നിങ്ങൾ
നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് സംസാരിക്കാന്ന് കരുതി വന്നതാ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹമാ മുത്തശ്ശി. ഭാഗ്യം, സിഹിക്ക് ഒന്നും പറ്റിയില്ല. എന്റെ ഭർത്താവിന്റെ മറവിയോണ്ടല്ലേ മോളെ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മേ, അത് സത്യല്ലേ സീത? ആ ലോയർ കുട്ടി കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ശരിയാ മുത്തശ്ശി പറഞ്ഞത്. അയാൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എത്ര തിരക്കുള്ളതാ. എന്നിട്ടും നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഇത്ര വലിയ കാര്യം ചെയ്തില്ലേ? അയ്യോ, എത്ര വലിയ ആളാ. അതെ അതെ, അദ്ദേഹം വലിയ ആളാ. നമുക്കിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്തല്ലേ ആ ലോയർ. ഇനി ഒരിക്കലും സീത നമ്മളെ വിശ്വസിച്ച് കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സീത, പ്രപഞ്ചത്തിൽ ആരും ശാശ്വതമായിട്ടില്ല സീത. എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ പോയല്ലേ പറ്റൂ. ഞങ്ങൾക്കും വയസ്സായിക്കൊണ്ടിരിക്കുക. നിന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര മറവിയും. പാവം, അവിടെ പേടിച്ച് വിറച്ചിരിക്കുന്നത് നീ ഒന്ന് കാണണം. അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മേ. പക്ഷേ മനസാക്ഷി എന്നൊന്നില്ലേ മോളെ? അത് പറയില്ലേ? നോക്ക് സീത, ഞാൻ എത്ര തവണ നിന്നോട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ നീ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും അത് കാര്യാക്കിയില്ല. പക്ഷേ ഇനിയെങ്കിലും നീ അതിനെക്കുറിച്ച് ആലോചിച്ചേ പറ്റൂ മോളെ. മുതിർന്നവർ എന്താണോ പറയുന്നത് അതാ ശരി മുത്തശ്ശി. ആ ലോയറെ ഇവളെ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന്. ഇവളാ വേണ്ടാന്ന് പറഞ്ഞ് നല്ലൊരു ബന്ധത്തിനെതിരെ നിൽക്കുന്നത്. ഇനിയും സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. അതേന്നേ, ആ പറഞ്ഞത് വളരെ ശരിയാ. അമ്മേ, ഞാൻ പറയുന്നൊന്നും ഞാൻ പറയുന്നത് കേക്ക് സീത. ലോയർ വളരെ നല്ലവനാ. നമ്മൾ ഇറങ്ങി അന്വേഷിച്ചിട്ടും കുഞ്ഞിനെ കിട്ടിയില്ല. ആ ഭഗവാൻ തന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ലോയറെ അയച്ചത്. അതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് ലോയറെ അയച്ചതാവും. അയാൾ എത്ര നല്ല ആളാന്നറിയോ? സീത ഒരു തവണ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവക്ക് ബുദ്ധിമുട്ടാകരുതെന്ന് കരുതി ദൂരെ നിന്നേ നോക്കാറുള്ളൂ. അത്ര ജെന്റിൽമാൻ അയാള്. പ്ലീസ്, അതൊന്നും ഇപ്പൊ പറയണ്ട എടുത്തി. എന്താ കുഴപ്പം? മോള് ഞങ്ങളെ അച്ഛനും അമ്മയുമായിട്ടാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ഈ കല്യാണത്തിന് ഓക്കെ പറയണം. നിന്റെ കല്യാണം നടത്തിക്കഴിഞ്ഞാലെങ്കിലും ഈ അപരാധത്തിന് മാപ്പ് ലഭിക്കുമല്ലോ. അമ്മേ, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ പറയുന്നത്? നിങ്ങളുടെ ഒരു തെറ്റുമില്ലല്ലോ ഇതില്. കളിച്ചോണ്ടിരിക്കുന്ന കുട്ടി അച്ഛന്റെ കണ്ണിൽ നിന്നൊന്ന് മാറിപ്പോയതല്ലേ. ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതല്ലേ എനിക്ക് ഈ കല്യാണം ഒന്നും വേണ്ടെന്ന്. ഇപ്പോഴെങ്കിലും നിന്റെ തീരുമാനം മാറ്റരുതോ? മുതിർന്നവര് പറഞ്ഞാ കേൾക്കാൻ പറ്റില്ലേ നിനക്ക്? പറയുന്ന അനുസരിക്ക് സീതേ. അദ്ദേഹം നിന്നെ കല്യാണം കഴിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് ആലോചിക്കാൻ പാടില്ല സീത. സമ്മതിക്കേ. ബോസ്, ഹലോ ബോസ്. വാടാ വാ. നീ വന്നാൽ ആദ്യം മുത്തശ്ശന്റെ റൂമിൽ പോയി സംസാരിച്ച് അത് കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. എന്താണെങ്കിലും മുത്തശ്ശനല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതേടാ, എന്റെ വയസ്സിന്റെ വേവ് ലെങ്തിന് സൂര്യാണ് എനിക്ക് ബെസ്റ്റ്. നീ ഒരു ഓൾഡ് സ്കൂളാ. ഓൾഡ് സ്കൂളോ? ദേ പോവാൻ ലേറ്റ് ആവുന്നു. വാ. കണ്ടോ, ഇതാ പറഞ്ഞ നീ ഒരു ഓൾഡ് സ്കൂളാന്ന്. എന്താടാ ഇതൊക്കെ? കുറച്ചെങ്കിലും കെയറിങ് ഉണ്ടോടാ നിനക്ക്? ആരുടെ കാര്യത്തിൽ? നിന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തോ? പിന്നീട് സമയം തീർന്നു പോയിട്ട് ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. എടാ, നീ എന്താ ഈ പറയുന്നത്? എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. വേറെ എന്തിനെ കുറിച്ചാടാ? നിന്റെ പ്രേമത്തിന്റെ കാര്യോടാ. നോക്ക്, നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. നീ പശ്ചാത്തപിക്കേണ്ടി വരും. മൈ ഫ്രീ അഡ്വൈസ്. നോക്കിയേ, എന്റെ മനസ്സിലൊന്നുമില്ല. എവറിത്തിങ് ഈസ് ജസ്റ്റ് യുവർ ഇമാജിനേഷൻ. ഞാനല്ല ഓൾഡ് സ്കൂൾ, നീയാണ് ഓൾഡ് സ്കൂൾ. റാം, ചേച്ചി നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ശരി മേമ.
എന്താ അശോക്, നീ ഇപ്പൊ വീട്ടിലോട്ടൊന്നും അധികം വരാറില്ലല്ലോ. ജോലിയല്ല മേമ. പുതിയ വീട്ടിലേക്ക് മാറുമ്പോ നീയും കൂടെ ഉണ്ടാവുമെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. ഇല്ല, ഞാൻ സൂര്യയോട് സംസാരിച്ചോളാം. ശരി, കഴിക്കാൻ വാ. ഏയ്, എന്നെ നീ ഓൾഡ് സ്കൂൾ എന്ന് പറയുന്നോ? എന്റെ ഡയലോഗ് നീ എന്റെ അടുത്ത് തന്നെ പറയുന്നോ? ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. എടാ, നീ എന്റെ കാര്യം നോക്കണ്ട. പ്രിയ അവിടെ വീട് മറന്നുകൊണ്ട് പോയി ഹെൽപ്പ് ചെയ്യപ്പോ. ആ ചേച്ചി, സമയം വെറുതെ പോകുന്നുണ്ട്. നിന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോ, ഇല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരുമെന്നൊക്കെയാ അശോക് പറയുന്നത്. അവൻ സത്യം തന്നെയാ പറഞ്ഞത്. സത്യമോ? രാമൻ ആരെയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന കാര്യം. ശരിയാ ചേച്ചി, റാം ആരെയോ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം സത്യമാ. പാവം, ഇഷ്ടപ്പെട്ടവള് കഷ്ടപ്പെട്ട് നാട് വിട്ട് തന്നെ പുറത്തു പോവുമല്ലോ. ഗുഡ് മോർണിംഗ് ചെറിയ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോ പണ്ട് കാലത്ത് സച്ചിനും സേവാങ്ങും ഒക്കെ നടന്നു വരുന്ന പോലെ ഉണ്ട്. ഓപ്പണിംഗ് പ്ലെയർ സൂപ്പർ. എങ്ങോട്ടാ, ഓഫീസിലേക്കാ? അതെ. നൈസ് നൈസ്. എന്നിട്ട് ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ അശോക്? ഓൾ ഗുഡ് വിഷു മാമ. ഓൾ ഗുഡ്? യാ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ വിശ്വ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ അശോകനോട് ചോദിക്കുന്ന എന്താ? അത് ഭാർഗു, ഓഫീസില് എന്റെ ഇന്നിങ്സ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി വരാനുള്ളത് ഇവരുടെ ഇന്നിങ്സ് അല്ലേ, അതുകൊണ്ട് ചുമ്മാ ചോദിച്ചല്ലേ ഉള്ളൂ അല്ലേ അശോക് സാർ? എന്താ ചെറിയ, അശോകനെ കളിയാക്കുക? ഏയ്, അങ്ങനൊന്നും അല്ലടാ. നമ്മുടെ അശോക് നല്ലൊരു പ്ലെയർ അല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ നമ്മുടെ ഓഫീസിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കുന്നില്ലേ? ഓക്കെ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ വാ, നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എടാ, നീ ഭക്ഷണം കഴിച്ചിട്ടാ, ഞാൻ പുറത്തുണ്ടാവും. അതെ അപ്പു, ഇവൻ എപ്പോഴും ഇങ്ങനെയാ. ഇവൻ എപ്പോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും എന്നെ ഒരു നോട്ടം നോക്കും, എന്നിട്ടൊരു പോക്ക. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ വിളിക്കാറില്ല. പാവം, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തലയിലിട്ട് ഓടിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ബളഗാവിലേക്ക് എപ്പോഴാ പോകേണ്ടതെന്ന് പറയൂ സർ. കണ്ടോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്ക് മെസ്സേജ് വന്നു. ഏയ്, അതൊക്കെ പിന്നെ നോക്കടാ. നീ ആദ്യം വന്ന് ഫുഡ് കഴിക്കുവാ. എടാ, നീയും ഭക്ഷണം കഴിച്ചിട്ട് ഇല്ല, നീ എന്റെ കൂടെ വാ. കുറച്ച് തിരക്കുണ്ട്. സോറി, കുറച്ച് തിരക്കുണ്ട്. എടാ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അല്ലാതെ എങ്ങനെ കളിക്കൂടാ? കുഴപ്പമില്ല, 1 ഡൗൺ ബാറ്റ്സ്മാൻ ആയിട്ട് ഞാനുണ്ടല്ലോ, ഞാൻ കളിക്കാം. ശരി, ഇത്രയും നാള് ഞാനിത് പറഞ്ഞോണ്ടേയിരുന്നു, നീ ഒരു വാക്ക് പോലും കേട്ടില്ല. ചേച്ചിന്ന് വെച്ച അമ്മയെ പോലാന്നാ പറയുന്നേ. ഇപ്പൊ ദേ ഈ അമ്മയെ പോലെ കാണുന്ന ചേച്ചിയും അത് തന്നെയല്ലേ പറയുന്നത്. ഞങ്ങളിതൊക്കെ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ, കേട്ടോ സീതേ? ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കെ. അല്ല, ഇത്രയും നാള് സീത ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഇപ്പൊ എല്ലാം നിന്റെ നല്ലതിനാന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? അവക്ക് നമ്മളെ വിശ്വാസമില്ല. എടുത്തി, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സീത, എന്റെ വാക്ക് നീ അനുസരിക്കുന്നതല്ലേ? നിന്റെ നല്ലതിനു വേണ്ടിയേ ഞാൻ പറയുള്ളൂ എന്ന് നിനക്കറിയില്ലേ? ആ ലോയർ കുട്ടി. അമ്മേ പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. വേണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം പറഞ്ഞേ സീതേ. എത്ര നല്ല ആലോചനയാ നീ വേണ്ടെന്ന് വെക്കുന്നതെന്ന് അറിയാവോ? എന്താന്ന് വെച്ചാൽ എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അതുകൊണ്ടാ. എന്താ ട്രാൻസ്ഫറോ? ട്രാൻസ്ഫറാ? ഞാൻ ബെളഗാവിലേക്ക് മാറുകയാണ്. ഓഫീസിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുണ്ട്. ഇതെന്താ സീത, പെട്ടെന്ന് എന്താ ഇങ്ങനെ പറയുന്നത്? അമ്മേ, ഞാൻ പറയാനിരുന്നതാ നിങ്ങളോട്, അപ്പോഴേക്കും. അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ സീതേ? അയ്യോ ദൈവമേ, പറ്റില്ലെന്ന് പറഞ്ഞേക്ക്.
അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എടുത്തി. കമ്പനി റൂൾസ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് കല്യാണവും സൽക്കാരവും ഒന്നും വേണ്ട. എന്നെ എന്റെ സിഹി എന്റെ പാട്ടിന് വിട്ടേക്ക്. അത്ര ദൂരത്തുള്ള സ്ഥലത്ത് പോയി നീയും സിഹി എങ്ങനെ നിൽക്കും? ഇവിടെയാണെങ്കിൽ പേരിനെങ്കിലും ഒരു വീടില്ലേ കുഞ്ഞെ? പേരിന് മാത്രമല്ല അമ്മേ, ഇതെപ്പോഴാ എന്റെ കൈവിട്ടു പോവുകയെന്ന് എനിക്കറിയില്ല. ഈ ബാംഗ്ലൂരിൽ ജീവിക്കാൻ പറ്റുന്നവൾക്ക് വേറെ എവിടെ പോയാലും ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പെനിക്കുണ്ട്. പ്ലീസ്, ഈ കല്യാണ കാര്യം മാത്രം നിങ്ങൾ ആരും എന്നോട് പറയല്ലേ. അതുകൊണ്ട് ഒരു യൂസും ഇല്ല. അല്ല, മോളുടെ സ്കൂള് പകുതിക്ക് നിർത്തി ബൽഗാവിലേക്ക് പോയാൽ എങ്ങനെയാ? വീടിന്റെ ലോണും അടയ്ക്കാനില്ലേ? ഇതൊക്കെ എങ്ങനെ വിട്ട് പോകുന്നത് ശരിയല്ല സീതെ. സിഹിയുടെ ഒരു വർഷത്തെ പഠനം വേസ്റ്റായി പോവും. ബാങ്കിലുള്ളവര് ഈ വീട് ജപ്തി ചെയ്തോളും. എന്റെ കഥയില് ഈ വീടില്ലെന്ന് ഞാൻ കരുതിക്കോളാം. അറ്റ്ലീസ്റ്റ് കടവില്ലാതെ ജീവിക്കാൻ പറ്റുമല്ലോ എടുത്തി. കിട്ടുന്ന ശമ്പളം കൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ല, എന്നാലും അത്രയും ദൂരത്ത് പ്ലീസ് എടുത്തി. ഒന്നും കഴിക്കാതിരിക്കരുതെന്ന് എന്നോട് പറയാറില്ലേ നിങ്ങള്? നിങ്ങൾ ഒന്നും കഴിക്കാതല്ലേ ഇരിക്കുന്നേ? കോഫി എങ്കിലും കുടിക്കേ. നിങ്ങൾ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? നോക്ക് 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 നോക്ക്. എന്നോട് സംസാരിക്കില്ലേ? നിങ്ങൾ ഇങ്ങനെ നിന്നാ എനിക്ക് ഉറപ്പായിട്ടും കരച്ചില് വരും. സോറി ശ്രീമോളെ. സോറി ഒന്നും വേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. കോഫി കുടി. മോളെ, നിനക്ക് ദേഷ്യമില്ലടാ? ദേഷ്യോ? എന്തിന്? ഞാൻ നിന്നെ അവിടെ മറന്നു വന്നില്ലേടാ, അതിനാ. നിങ്ങൾ എന്നെ മറന്നിട്ടൊന്നുമില്ല. ഞാൻ ആ ബലൂൺ നോക്കി പോയത് കൊണ്ടാ. എന്റെ തെറ്റാ. നീയേ എന്റെ മകളല്ല ചക്കരെ, എന്റെ ദൈവ മോളെ നീ. കരയണ്ട, കോഫി കുടി. കോഫി കുടിക്കാം മുത്തശ്ശ. മുത്തശ്ശി, ഞാനാ കോഫി ഉണ്ടാക്കി കൊടുത്തേ. അതെ, സീത എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓഫീസിൽ നിന്ന് അവളെ ബൽഗാവിലേക്കോ മറ്റോ പറഞ്ഞയക്കാന്ന്. ഇവളും ഇവളുടെ സ്കൂളും വീടും എല്ലാം വിട്ട് അത്രയും ദൂരം പോയി നിൽക്കാൻ പോവാന്ന്. മുത്തശ്ശി, അപ്പോ നമ്മൾ ട്രിപ്പിന് പോവാണോ? അറിയില്ല മോളെ, അത് നിന്റെ അമ്മയോട് ചോദിക്കണം.
ഓഫീസിലേക്ക് ഒരു സൈൻ ചെയ്യാനുണ്ടെന്നും പറഞ്ഞു പോയിട്ടുണ്ട്. അവള് വന്ന ശേഷം നിങ്ങൾ എന്നെ ചോദിക്കേ. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞാലെങ്കിലും കേട്ടാലോ? എനിക്ക് സർപ്രൈസ് തരാനായിരിക്കും സീതമ്മ പറയാത്തെന്ന് തോന്നുന്നു. ഓഫീസിൽ നിന്ന് വന്നിട്ട് പറഞ്ഞോളൂ.